ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൽ വരുന്ന രണ്ടാമത്തെ പാഠഭാഗമാണ്. പാഠത്തിന്റെ പേര് കോശജാലങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ കോശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠം പഠിച്ചിരുന്നു. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, കോശത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. ഓക്കെ, അത് 8ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗമായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ല എങ്കിൽ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ ആദ്യമായിട്ട് നോക്കേണ്ടത് കോശങ്ങളിലെ വൈവിധ്യം എന്താണ് അവിടെ പറയുന്നത് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അവിടെ പഠിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. അപ്പൊ ഏകദേശം 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങൾ മനുഷ്യ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി കോശങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മകളായാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം കോശജാലങ്ങളെ കലകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്കിനി പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത് കലകൾ അഥവാ ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് കോശങ്ങൾ തമ്മിൽ ചേർന്ന്, സമാന കോശങ്ങൾ തമ്മിൽ ചേർന്നുണ്ടാവുന്നതാണ് കലകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കിക്കൊള്ളുക. ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. കലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഇനി ഇവർക്ക് എന്തായിരിക്കും? ഒരു പ്രത്യേക ധർമ്മം, ഒരു പ്രത്യേക ഫങ്ഷൻ നിർവഹിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്താണ്? സമാന രീതിയിലുള്ള കോശമാണ്. അപ്പം ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ട സമാന കോശങ്ങളാണ്, പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെട്ടതാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കലകൾ എന്ന് വിളിക്കുന്നത്. ബഹുകോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്. വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഓർത്തു വെക്കേണ്ടത് കലകളെ പറ്റിയാണ്. എന്താണ് കലകൾ? ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ കലകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഒറ്റ കോശത്തിൽ നിന്ന് ഇവിടെ നമുക്ക് എന്താണ് കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻഷിയേഷൻ എന്നാണ് നോക്കാനുള്ളത്. സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം. അപ്പൊ നമ്മുടെ ശരീരം രൂപം പ്രാപിച്ചത് ഏത് കോശത്തിൽ നിന്നാണ്? സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നാണ്. സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമായി മാറുന്നു. അപ്പോൾ ഈ സിക്താണ്ഡമാണ് എന്ത് ചെയ്യുന്നത്? വിഭജിച്ച് ആകൃതിയും വലിപ്പവും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കോശങ്ങൾ ചേർന്ന് ഒരു ഭ്രൂണമായിട്ട് മാറുന്നത്. ഇനി ഭ്രൂണ കോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. ഈ പ്രക്രിയ കോശ വൈവിധ്യവൽക്കരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ സെൽ ഡിഫറൻസിയേഷൻ നടന്നാണ് ഓരോ കോശങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം. അപ്പൊ അവിടെ ഓർക്കണം, ഇവിടെ ഈ സിക്താണ്ഡം എന്ന് പറയുന്നത് വൈവിധ്യവൽക്കരിക്കപ്പെടാത്തൊരു കോശമാണ് അല്ലെ. അത് ഡിഫറൻസിയേഷൻ അണ്ടർഗോ ചെയ്യാത്ത ഒരു കോശമാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു അതിൽ നിന്നാണ് ഭ്രൂണ കോശങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ അവിടെ വിഭജനം നടക്കുന്നുണ്ട്. അപ്പൊ പല ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ എന്താണ്? ഭാഗികമായി വൈവിധ്യവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പം ഭ്രൂണകോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗികമായി വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണെന്ന് ഓർക്കുക. ഇനി ഈ ഭ്രൂണകോശങ്ങള് വീണ്ടും എന്താണ്? സെൽ ഡിഫറൻഷിയേഷൻ അണ്ടർഗോ ചെയ്യുന്നു അല്ലെ. വിഭജനവും അതേപോലെ ആകൃതിയും വലിപ്പവും ഒക്കെ മാറിയാണ് പൂർണ്ണമായും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് നാഡീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങളൊക്കെ അതിനുദാഹരണമായിട്ട് വരും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം രൂപപ്പെട്ടിട്ടുള്ളതെന്ന് ഓർക്കുക. അതേപോലെ സിക്താണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷിയേഷൻ നടക്കാത്ത അല്ലെ, വൈവിധ്യവൽക്കരണം നടക്കാത്തൊരു കോശമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസിനെ പറ്റിയാണ്. ഏത് കോശമായും
മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തുകോശങ്ങൾ. അപ്പൊ വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്നതിന്റെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് ഏത് കോശമായിട്ടും കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. ഇവരെ മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സ്റ്റെം സെൽസ് അഥവാ വിത്തുകോശങ്ങളെ തന്നെയാണ് മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നത്. ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്തുകോശങ്ങൾ മറ്റു കോശങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പൊ വിത്തുകോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണെന്ന് ഓർക്കുക. മൂലകോശങ്ങൾ എന്ന് അറിയപ്പെടുന്നു ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്തുകോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ്. അപ്പൊ അത് ഓർത്തു വച്ചേക്കാം. കലകളിലെ കോശങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേടുപാട് പറ്റി അത് നശിച്ചു പോയി കഴിഞ്ഞാൽ അതിന് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? ഈ വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസിൽ നിന്നാണ്. മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്തുകോശങ്ങളുണ്ട്. അപ്പൊ എവിടെയൊക്കെ വിത്തുകോശങ്ങൾ കാണാൻ സാധിക്കും? മജ്ജയിലുണ്ട്, ത്വക്കിലുണ്ട്, അന്നപദത്തിലുണ്ട്. ഇവിടെയെല്ലാം എന്താണ്? വിത്തുകോശങ്ങളുണ്ട്. ഇനി ഗവേഷണശാലകളിലെ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്തുകോശങ്ങളിൽ നിന്ന് അഭിലഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ന് ശാസ്ത്രലോകത്തിന് കഴിയും. രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്തുകോശ ഗവേഷണം വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വിത്തുകോശത്തിൽ നിന്ന് പഠിച്ചു വെക്കേണ്ട പോയിന്റുകൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന്, എന്താണ് വിത്തുകോശം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ്? ഏത് കോശമായും മാറാൻ കഴിവുള്ള കോശത്തിനെയാണ് നമ്മൾ വിത്തുകോശം എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഈ കോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? മൂലകോശങ്ങളാണ്. പിന്നെ അടുത്ത എന്താണ്? വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാൻ കഴിയും. അതേപോലെ തന്നെ എന്താണ്? അല്ലെങ്കിൽ മാറാനോ ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ എന്താണ്? വിത്തുകോശങ്ങൾ തന്നെയായി തുടരാനുള്ള ഒരു കഴിവും ഈ സ്റ്റെം സെൽസിനുണ്ട്. അതേപോലെ കലകളിലെ കോശങ്ങൾ നശിക്കുന്ന സമയത്ത് അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് വിത്തുകോശങ്ങളിൽ നിന്നാണ്. ഇനി എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? മജ്ജ, ത്വക്ക്, അന്നപദം, ഇവിടെയൊക്കെ എന്തുണ്ട്? വിത്തുകോശങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ കലകളെ പറ്റിയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ജന്തു കലകളെ പറ്റി പഠിക്കാനുണ്ട്, അതേപോലെ സസ്യകലകളെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജന്തു കലകളെ പറ്റിയാണ്. അതിൽ ആദ്യം നോക്കാനുള്ളത് ആവരണ കലയെ പറ്റിയാണ്. ആവരണ കല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയും. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലയാണ് ഏത്? ആവരണകല. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. അതേപോലെ അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. അപ്പൊ അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന കല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആവരണകലയാണ്. ഇനി സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഫങ്ഷൻസ്? സംരക്ഷണം നൽകുന്നുണ്ട് അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. സംരക്ഷണം, ആഗിരണം ചെയ്യുന്നുണ്ട്, അതേപോലെ സ്രവങ്ങളുടെ ഉൽപാദനം. ഇതെല്ലാം ആവരണ കല അഥവാ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫങ്ഷൻസ് ആണ്. ഇനി അടുത്തതാണ് നാഡീകല അല്ലെങ്കിൽ എന്താണ്? നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ. ദെൻ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നാഡീകലയാണ് നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് എതിരെ പ്രതികരിക്കാൻ സഹായിക്കുന്ന കല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ജന്തുകലയായിട്ടുള്ള ആവരണകലയും അതേപോലെ നാഡീകലയെ പറ്റിയാണ്. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആവരണകലയാണ്. അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്നതും ആവരണകലയാണ്. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. അടുത്തത് നാഡീകലയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നതും ഏതാണ്? നാഡീകലയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പേശീകലയാണ് അല്ലെ. മസ്കുലർ ടിഷ്യൂ, അതായത് സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. പേശീകലയിലാണ് എന്താണ്? സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ശരീരചലനം സാധ്യമാക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കലയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. അസ്ഥി,
തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ വിവിധ യോജക കലകളാണ്. അപ്പൊ ആ പേര് പോലെ തന്നെ യോജക കല അല്ലെങ്കിൽ എന്താണ് കണക്റ്റീവ് ടിഷ്യൂ, ആ പേര് പോലെ തന്നെ എന്താണ് കലകളെ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അവയ്ക്കൊരു താങ്ങായിട്ട് നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള കലയാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കല എന്ന് വിളിക്കുന്നത്. എവിടെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്? അസ്ഥി, അതേപോലെ തരുണാസ്ഥി, നാരുകല, രക്തം, ഇതെല്ലാം എന്താണ് യോജക കലകൾക്ക് ഉദാഹരണമാണ്. ഇനി അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അപ്പം അസ്ഥിയുടെയും തരുണാസ്ഥിയുടെയും ഒക്കെ ഫംഗ്ഷൻ എന്താണ്? ശരീരത്തിന് സംരക്ഷണം, അതേപോലെ ആ ഒരു ഷേപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അസ്ഥിയും തരുണാസ്ഥിയും ഒക്കെ ചേർന്നിട്ടാണ്. ദെൻ നാരുകല അല്ലെങ്കിൽ ഫൈബ്രസ് ടിഷ്യൂ ആണെങ്കിലോ ഇതര കലകളെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു രക്തം എന്ന് പറയുന്ന ഒരു യോജക കലയ്ക്ക് ഉദാഹരണമാണെന്ന് പറഞ്ഞു അല്ലെ. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? പദാർത്ഥ സംവഹനം നടത്തുക, അതേപോലെ തന്നെ എന്താണ് രോഗപ്രതിരോധം, ഇതൊക്കെയാണ് രക്തത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ താഴെ തന്നിട്ടുള്ളതിൽ യോജക കല എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് യോജക കലകൾ എന്നുള്ള രീതിയിൽ രക്തം, നാരുകല, തരുണാസ്ഥി എന്നൊക്കെ ഓപ്ഷൻസിൽ തരാവുന്നതാണ്. സോ അത് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ഇവിടെ യോജകലയെ പറ്റി ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്കൊന്ന് നോക്കാവേ. പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് യോജക കലകൾ നിർവഹിക്കുന്നത്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ടെൻഡനുകൾ. പിന്നെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കളാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കളാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ഏതാണ്? ടെൻഡനുകളാണ്. കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം ഈ ധർമ്മമാണ് നിർവഹിക്കുന്നത്. അപ്പം നാരുകലയുടെ ഫംഗ്ഷൻ എന്താണ്? വൃക്ക, കണ്ണ്, ഇതിനെയെല്ലാം എന്താണ് കൃത്യമായ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ഈ വരുന്നതെല്ലാം എന്താണ്? ഈ യോജക കലയ്ക്ക് ഉദാഹരണമാണ്. യോജക കലകളായ അസ്ഥികലയും തരുണാസ്ഥികലയും ചലനത്തിന് സഹായിക്കുന്നതിനോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇനി ദ്രാവക കലയായ രക്തവും യോജക കലകളിൽ പെടുന്നു. ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. അപ്പം ഓരോ യോജക കലകളും എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. അപ്പോൾ നമ്മൾ പഠിച്ചു യോജക കല പഠിച്ചു, പേശീകല പഠിച്ചു, അതേപോലെ നാഡീകല പഠിച്ചു, ആവരണകല പഠിച്ചു. ഇതിൽ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കല ഏതാണ്? യോജക കലയാണ്. ഓക്കെ. പിന്നെ അതേപോലെ ആ ഒരു രക്തം, നാരുകല, തരുണാസ്ഥി, അസ്ഥി, ഇതിന്റെ ഒക്കെ ആ ഒരു ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ ഇവിടെ ഒന്ന് ഓർത്തു വെക്കുക. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവാവേ. അപ്പൊ യോജകല എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുക എന്നുള്ളതാണ് യോജകല പ്രധാനമായിട്ടും നിർവഹിക്കുന്ന ജോലി. പിന്നെന്താണ്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കളാണ്. കണ്ണുകളെയും വൃക്കകളെയും ഒക്കെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് നാരുകലയാണ്. അപ്പം ഇതെല്ലാം എന്താണ്? ഈ ഒരു യോജക കലയുടെ ധർമ്മമാണ് നിർവഹിക്കുന്നത്. അതല്ലെങ്കിൽ ഇതെല്ലാം എന്താണ്? യോജക കലകൾക്ക് ഉദാഹരണമാണ് അല്ലെ. പിന്നെന്താണ്? യോജക കലയായിട്ടുള്ള അസ്ഥി കലയും തരുണാസ്ഥി കലയും ഇതെന്തിനാണ് സഹായിക്കുന്നത്? ചലനത്തിനാണ് സഹായിക്കുന്നത്. ചലനത്തിന് മാത്രമല്ല, ചലനത്തിന് സഹായിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ എന്താണ്? ശരീരത്തിന് ആകൃതിയും അതേപോലെ താങ്ങും ബലവും ഒക്കെ നൽകുകയും ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ യോജക കലകളായിട്ടുള്ള അസ്ഥി കലയും തരുണാസ്ഥി കലയും ഒക്കെയാണ്. ഇനി രക്തവും എന്താണ്? ഒരു യോജക കലയാണ് അല്ലെ. രക്തത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം, ഇതെല്ലാം ചെയ്യുന്നത് രക്തമാണ്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ നോക്കാനുള്ളത്. ഇനി ഇവിടെ നോക്കിക്കൊള്ളുക, മെരിസ്റ്റമാറ്റിക് കലകൾ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ പറ്റിയാണ്. സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമാറ്റിക് കോശങ്ങൾ. ഇവയുടെ
ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യവളർച്ചയ്ക്ക് കാരണമാവുന്നു. അപ്പം ഏത് ടിഷ്യൂവിന്റെ വിഭജനമാണ് സസ്യവളർച്ചയ്ക്ക് കാരണമാവുന്നത്? ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ വിഭജനമാണ്. ഓക്കെ, അതാണ് മെരിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങളിലാണ് ഇത് കാണുന്നത് എന്നുള്ളത് ഓർക്കുക. എവിടെയാണ് കാണപ്പെടുന്നത്? സസ്യങ്ങളിൽ. കൃത്യമായിട്ട് പറഞ്ഞാൽ സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് ഈ മെരിസ്റ്റമിക കോശങ്ങൾ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അവിടെ ഒന്ന് ഓർക്കുക. സോ നമ്മളപ്പോൾ ജന്തുകലകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലെ, ഓരോന്നും അതിന്റെ ഫംഗ്ഷൻ പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് ഇവിടെ നോക്കാനുള്ളത് സസ്യകലകൾ അഥവാ പ്ലാന്റ് ടിഷ്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വരുന്നത് പാരൻ കൈമയാണ്. ഏതാണ്? പാരൻ കൈമയാണ്. നോക്കിക്കൊള്ളുക. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻ കൈമ ഉണ്ടാവുന്നത്. അപ്പോൾ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന സസ്യകല ഏതാണ്? പാരൻ കൈമയാണ്. ഇനി മൃദുവായ സസ്യഭാഗങ്ങളിലാണ് പാരൻ കൈമ കാണപ്പെടുന്നത്. അപ്പൊ എവിടെയാണ് കാണപ്പെടുന്നത്? മൃദുവായിട്ടുള്ള സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. അപ്പൊ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിന്, അതേപോലെ ആഹാര സംഭരണത്തിനും ഇത് സഹായിക്കുന്നുണ്ട്. സോ പാരൻ കൈമ ഏറ്റവും ലഘുവായിട്ടുള്ള ഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. മൃദുവായിട്ടുള്ള സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത സസ്യകലയാണ് കോളൻ കൈമ. നോക്കാം. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് ഈ കോളൻ കൈമ ഉണ്ടാവുന്നത്. അപ്പൊ പിക്ചറൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിക്ചർ കാണിച്ചിങ്ങനെ പരീക്ഷകൾ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ ഇനി ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. സാധാരണ നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നുള്ള ഓരോ ക്ലാസ്സിൽ നിന്നുള്ള എക്സാംസ്, ഇപ്പം 8ാം ക്ലാസ്സിലെയോ 9ാം ക്ലാസ്സിലേക്ക് ആനുവൽ എക്സാം ഒക്കെ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫോട്ടോസ് തന്നിട്ട് ഇത് ഏതാണ്, കോളൻ കൈമയാണോ, അങ്ങനെ ഓരോന്നും, ഇത് മാത്രമല്ല അവയവങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്കിനി PSCയിലേക്ക് വരുന്ന സമയത്തും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഒന്ന് പിക്ചറൂടെ നോക്കി വെച്ചേക്കുക കേട്ടോ. അപ്പൊ കോളൻ കൈമ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന് ഉണ്ടാകുന്നതാണ്. പിന്നെ എന്താണ് ഇവരുടെ ഫംഗ്ഷൻ? സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻ കൈമയാണ്. എന്നാൽ പ്രകാശ സംശ്ലേഷണത്തിനും അതേപോലെ ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് ഏതാണ്? അത് പാരൻ കൈമയാണ്. ഓക്കെ, അപ്പൊ അത് മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. ഇനി അടുത്തതാണ് സ്ക്ലീറൻ കൈമ. അപ്പൊ നമ്മൾ പഠിച്ചു പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. എന്താണ് സ്ക്ലീറൻ കൈമ? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് സ്ക്ലീറൻ കൈമ ഉണ്ടാവുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുക എന്നുള്ളതാണ്. സോ സ്ക്ലീറൻ കൈമ ഉണ്ടാവുന്നത് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ്. പിന്നെയോ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട സസ്യകലകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അടുത്തതാണ് സംവഹന കലകൾ അഥവാ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് വിളിക്കും. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേക തരം കലകളാണ് സംവഹന കലകൾ. സംവഹന കലകൾ അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയാകയാൽ ഇവ സങ്കീർണ കലകൾ എന്നറിയപ്പെടുന്നു. സസ്യങ്ങളിലുള്ള 2 തരം സങ്കീർണ കലകളാണ് സൈലവും ഫ്ലോയവും. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞതിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടത് എന്താണ് സംവഹന കലകൾ? സംവഹന കലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രത്യേക തരം ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള കലകളെയാണ് സംവഹന കലകൾ. എന്താണ് ആ പ്രത്യേക തരം ധർമ്മം? നമുക്കറിയാം എന്താണ്? സസ്യങ്ങളില് വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും എന്താണ്? സസ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കേണ്ടതുണ്ട് അല്ലെ, പ്രത്യേകിച്ച് ഇലകളിലേക്കൊക്കെ എത്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും ഇലകളിൽ നിർമ്മിക്കപ്പെട്ട ആഹാരം, നമുക്കറിയാം ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഇലകളിൽ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ അത്തരത്തില് ഇലകളിൽ നിർമ്മിക്കപ്പെട്ട ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തേണ്ടതുണ്ട് അല്ലെ. അപ്പം ഇത്തരത്തിൽ സംവഹനം ചെയ്യുക എന്നുള്ള ധർമ്മമാണ്
സംവരണ കലകളുടേത്. ഇനി സസ്യങ്ങളിൽ കാണുന്ന സംവഹന കലകളാണ് ഏതൊക്കെ? സൈലവും ഫ്ലോയവും. ഇനി ഈ ഒരു സംവഹന കലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? സങ്കീർണ കലകൾ എന്നാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് സൈലം ഫ്ലോയം പഠിക്കാം. സൈലം എന്ന് പറഞ്ഞാൽ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് സൈലമാണ്. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ഇവിടെ സൈലത്തിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? സൈലത്തിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒന്ന്, നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ടാണ് അല്ലെ രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ദെൻ എന്താണ് ഫംഗ്ഷൻ? നമ്മൾ ആദ്യം പറഞ്ഞ, അതായത് വേര് ആഗിരണം ചെയ്ത ജലവും ലവണവും ഒക്കെ ഇലകളിലേക്ക്, സസ്യത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. ഓക്കെ, ഇനി ദൃഢമായ കോശഭിത്തി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുക എന്നുള്ള ഒരു ഫംഗ്ഷൻ കൂടി സൈലം നിർവഹിക്കുന്നുണ്ട്. അടുത്തത് ഫ്ലോയം. ഫ്ലോയം കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ്. ഫ്ലോയം എന്ന് പറയുന്നത് കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ്. എന്തായിരിക്കും ഫംഗ്ഷൻ? ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയമാണ്. അപ്പോൾ ഇത് രണ്ടും പരീക്ഷയിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2017 നടന്ന പരീക്ഷയിൽ സൈലത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2021 മറ്റും നടന്ന ഒരു പരീക്ഷയിൽ ഫ്ലോയവുമായിട്ട് റിലേറ്റ് ചെയ്തും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ചിത്രീകരണവും അതിനോടനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കണം, നമ്മൾ പറഞ്ഞു കോശങ്ങൾ ചേർന്നാണ് കലകൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു അല്ലെ? കോശങ്ങൾ ചേർന്നാണ് കലകൾ ഉണ്ടാവുന്നത്. ഇനി ഈ കലകൾ ചേർന്നാണ് അവയവങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു കോശങ്ങൾ ചേർന്ന് എന്തുണ്ടാവുന്നു? കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാവുന്നു അല്ലെ? കലകൾ ഉണ്ടാവുന്നു. ഇനി കലകൾ ചേർന്നുണ്ട് എന്തുണ്ടാവുന്നു? കലകൾ ചേർന്നാണ് അവയവങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് അവിടെ ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ ഇനി ഇവിടെ നോക്കിക്കേ, കോശങ്ങൾ ചേർന്ന് കലകളും കലകൾ ചേർന്ന അവയവങ്ങളും അവയവങ്ങൾ ചേർന്ന് എന്താണ്? അവയവ വ്യവസ്ഥകളും രൂപപ്പെടുന്നു. അപ്പോ അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥകൾ രൂപപ്പെടുന്നു. ഓക്കെ, അപ്പൊ അതൊന്ന് അവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി ഈ പാരഗ്രാഫിൽ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വായിച്ചേക്കാവേ. അവയവ വ്യവസ്ഥകൾ പരസ്പര ബന്ധിതമായി പ്രവർത്തിക്കുമ്പോഴാണ് ഏതൊരു ജീവിക്കും സ്വന്തമായി നിലനിൽക്കാൻ കഴിയുന്നത്. അവയവ വ്യവസ്ഥകൾ സങ്കീർണമാകുമ്പോൾ ശരീരഘടനയും സങ്കീർണമാകുന്നു. മനുഷ്യരുൾപ്പെടെ ഉയർന്ന തലത്തിലുള്ള ജന്തുക്കളുടെ ശരീരഘടന വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്ന് രൂപപ്പെട്ടതാകയാൽ ഏറെ സങ്കീർണമാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക അവിടെ. തുടർച്ചയായ വിഭജനത്തിന്റെയും വൈവിധ്യവൽക്കരണത്തിന്റെയും ഫലമായാണ് കോശങ്ങളിൽ നിന്നും സങ്കീർണ ഘടനയുള്ള ജീവശരീരം രൂപപ്പെട്ടത്. അപ്പൊ സെൽ ഡിഫറൻഷിയേഷനും ഒക്കെ ഫലമായിട്ടാണ് എന്താണ് ഇത്തരത്തിൽ ഒരു ജീവശരീരം തന്നെ രൂപപ്പെട്ടത്. ഉയർന്ന ഘടനാതലത്തിലുള്ള ജീവികളിൽ വൈവിധ്യമാർന്ന കലകൾ അനുപൂരകമായി ചേർന്ന് സങ്കീർണമായ നിരവധി ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ജസ്റ്റ് നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. സോ ഇത്രയും മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഭാഗങ്ങളും കൃത്യമാക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.